നടത്തും. എന്നിട്ട് മാത്രമേ ഒരു സഭയിലേക്ക് വിളിക്കത്തുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. കാര്യം ഒന്നറിയാമോ? സ്തോത്രം, ഹല്ലേലൂയ. നേരത്തെ പുള്ളി വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി, ഇല്ലെങ്കിൽ വരണ്ടെന്ന്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ നമ്മളൊക്കെ ആയിരിക്കുന്നത് നേരത്തെ ഇങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ, ഹല്ലേലൂയ, സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള അന്വേഷണത്തിലാണ് നമ്മൾ. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷെ ഏലിയാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു അന്വേഷണവുമില്ല. ഹല്ലേലൂയ. ഏലിയാവിന്റെ ഹൃദയത്തിലെ വിശ്വാസം ഇതാണ്: എന്റെ ദൈവം എന്നെ ഒരിക്കലും തള്ളിക്കളയത്തില്ല, എന്റെ ദൈവം എന്നെ മാനിക്കണമെന്ന് ചെയ്യും. കാരണം ഞാൻ അവന്റെ ഭക്തനാണ്. സ്വന്തം, ഹല്ലേലൂയ. ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കും. അവൻ ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം ഒരിക്കലും തള്ളിക്കളയത്തില്ല. കാരണം തിരുവചനം പറയുന്നു, യഹോവയെ സേവിക്കുന്നവരോടുകൂടെ അവന്റെ പക്ഷത്ത് യഹോവ ഉണ്ടെന്ന. സ്വന്തം, ഹല്ലേലൂയ. അതുകൊണ്ട് ഏലിയാവ് വിളിച്ചു പറഞ്ഞു, നമുക്കിങ്ങനെ ഒരു യാഗം നടത്താം. യാഗത്തിന് ഞാൻ വേഗത്തിൽ പോകട്ടെ. യാഗത്തിന് സമയം എല്ലാവരും അടുത്തു വന്നപ്പോൾ, ഹല്ലേലൂയ, എടുത്തിയാട്ടക്കാരനുമല്ലായിരുന്നു ഏലിയാവ്. സ്വസ്ത്രം, ഹല്ലേലൂയ. ആദ്യം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പണി ആകപ്പാടെ തെറ്റിപ്പോയേനെ. ഹല്ലേലൂയ. അതുകൊണ്ട് ആദ്യം ബാലിന്റെ പുരോഹിതന്മാർക്ക്, ആമേൻ, ഹല്ലേലൂയ, ബാലിന്റെ ദൈവത്തെ ആരാധിക്കുന്നവർക്ക് സമയം കൊടുത്തു. നിങ്ങൾ ചെയ്യുന്നു, ഹല്ലേലൂയ. നിങ്ങൾ ചെയ്ത് തീ ഇറങ്ങിയാൽ ഞാൻ തയ്യാറാണ്. സ്വസ്ത്രം, അത് നിങ്ങളുടെ ദൈവം ജീവിക്കുമെന്ന് പറയാൻ. സ്വസ്ത്രം, ഞാനാണെങ്കിൽ അല്പം ഇതൊക്കെ പറയാൻ സംശയിച്ചേനെ. സ്വസ്ത്രം, ഒരു പക്ഷെ വല്ല മന്ത്രവാദത്തിൽ കൂടെ തീ ഇറങ്ങി എന്ത് പോയും? സ്തോത്രം, ഞാൻ ഇങ്ങനെ വിഗ്രഹത്തെ വണങ്ങാൻ തക്കവണ്ണം പോകണമല്ലോ. ഈ ബാലിന്റെ ദൈവത്തെ ആരാധിപ്പാൻ ഞാൻ പോകണമല്ലോ. ഞാൻ വിളിച്ചു പറയണമല്ലോ, ബാലിന്റെ ദൈവം ജീവിക്കുന്നത് പറയണമല്ലോ. സ്തോത്രം, ഏലിയാവിനറിയാം ഇവിടെ ഒരു തന്ത്രമോ മന്ത്രമോ ഒന്നും വിജയിക്കത്തില്ല. ഇവിടെ സ്വർഗത്തിൽ അഗ്നിയല്ലാതെ, ഞാൻ സേവിച്ച് നിൽക്കുന്ന എന്റെ ദൈവമായ യഹോവയായിരിക്കുന്ന തീയല്ലാതെ മറ്റൊരു തീ ഇറങ്ങത്തില്ല എന്നുള്ളതാണ് ഏലിയാവിനറിയാം. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷേ ഈ സ്വർഗത്തിലെ തീ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഒന്ന് യാഗപീഠത്തെ നന്നാക്കണം. ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠത്തെ നാം പണിയണം. ഇന്ന് പകൽക്കാല ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കുന്ന ദൈവജനമേ, എന്റെയും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിന് മറുപടി എന്തുകൊണ്ട് ഇറങ്ങുന്നില്ലെന്ന് ചോദിച്ചാൽ, ആമേൻ, എവിടെയൊക്കെ ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠങ്ങളുണ്ട്. ഇന്ന് പകൽക്കാല ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കുന്ന ദൈവജനമേ, അത് നമ്മുടെ കുറവുകളെ ദൈവത്തിൽ പ്രാർത്ഥനയ്ക്ക് കടന്നു വരുന്നതിന് മുൻപായി, ദൈവത്തിന് ആരാധിക്കുന്നതിന് മുൻപായി, ആമേൻ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് മുൻപായി ഒന്നാമതായി നമ്മെ തന്നെ കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ കുറവുകളെ കണ്ടുപിടിക്കണം. എവിടെയാണോ നമ്മുടെ യാഗം വിടുതി കിടക്കുന്നത്, ആമേൻ, ദൈവത്വയുമായിട്ട് ബന്ധത്തിന്, ആത്മീക ബന്ധത്തിന് തടസ്സം വരുന്ന നിലയിൽ, ആമേൻ, പ്രാർത്ഥനയുടെ യാഗ വേണം, വിശ്വാസത്തിന്റെ യാഗ വേണം, ആരാധനയുടെ യാഗ വേണം, ഹല്ലേലൂയ, ദൈവമായിട്ട് ബന്ധമായിട്ട് യാഗ വേണം. ഏതെല്ലാം മണ്ഡലങ്ങളിൽ എവിടെ ഇടിഞ്ഞു കിടക്കുന്നുള്ളത് ഒന്നാമതെന്നാ കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. കാരണം തിരുവചനം പറയുന്നു, യാഗമർപ്പിക്കുന്നതിന് വരുന്നതിന് മുൻപായി സഹോദരനോട് വല്ലതും ഉണ്ടെന്ന് തോന്നിയാൽ സ്വത്രം അവിടെ വെച്ചിട്ട് ആദ്യമേ പോയി സഹോദരൻ നിരപ്പ് പ്രാപിക്കും. സ്വത്രം, ഹല്ലേലൂയ. എന്നിട്ട് മാത്രമേ യാഗമർപ്പിക്കാൻ പാടുള്ളൂ. സ്വത്രം, ഹല്ലേലൂയ. ദൈവം പ്രസാദിക്കുന്ന യാഗമതാണ്. ഞാൻ പറഞ്ഞ ആവശ്യം ദൈവത്തിന്റെ പാദവിടെ കടന്നു വരുന്നതിന് മുൻപായി ദൈവജനം തങ്ങളെ തന്നെ കണ്ടുപിടിക്കണം, തങ്ങളുടെ കുറവുകളെ കണ്ടുപിടിക്കണം. ഹല്ലേലൂയ. എവിടെയാണ് എന്റെ യാഗം വിടുതി കിടക്കുന്നത്? എവിടെയാണ് എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ വേണം എന്നിൽ കുറവുകളുള്ളത്? എവിടെയാണ് എന്റെ ജീവിതത്തിൽ അനുഗ്രഹ തടസ്സമായി കുറവുകളുള്ളത്? എവിടെയാണ് എന്റെ ജീവിതത്തിൽ വിടുതടസ്സമായി എന്റെ നന്മകൾക്കെതിരായി ആമേൻ തടസ്സം സൃഷ്ടിക്കുന്ന യാഗവിടൽ എവിടെയാണോ ഇടിഞ്ഞു കിടക്കുന്നത്, അവൻ അതിനെ കണ്ട് ഒന്ന് പുനഃപരിശോധിക്കുവാനൊക്കെ വേണം, അതിനെ പണിയുവാനൊക്കെ വേണം തയ്യാറാകണം. അവൻ ഏലിയാവ് ഒന്നാമതായി ചെയ്തത്, അവൻ ഇടിഞ്ഞു കിടന്ന യഹോവയുടെ അവൻ നാളുകളായി ആരാധനയില്ലാത്ത ദൈവിക കൂട്ടായ്മ നഷ്ടപ്പെട്ടതായ, ആരാധന ബന്ധം നഷ്ടപ്പെട്ടു പോയതായ, വിശ്വാസം നഷ്ടപ്പെട്ടു പോയതായ, പ്രാർത്ഥനാദികൾ നഷ്ടപ്പെട്ടു പോയ, തിരുവചനം ആരുടെ ധ്യാനം നഷ്ടപ്പെട്ടു പോയതായ അവൻ യാഗപീഠം ഇന്ന് പകൽക്കാലങ്ങൾ ജീവിതത്തിലുണ്ടോ എന്നുള്ളത് ഇന്ന് പകൽക്കാലങ്ങൾ തന്നെ കണ്ടുപിടിക്കട്ടെ. ആമേൻ, ആമേൻ. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ദൈവത്തിന് വിളിച്ചു പറയട്ടെ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മെ തന്നെ കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്. എവിടെയാണ് എന്റെ യാഗപീഠം വിടുതി കിടക്കുന്നത്? ആത്മീക ജീവിതത്തിന്റെ യാഗപീഠം, ആരാധനയുമായിട്ട് ദൈവത്തെ യഥാർത്ഥമായി ആരാധിക്കുന്ന യാഗപീഠം, വിശ്വാസത്തിന്റെ യാഗപീഠം, നിന്റെ പ്രാർത്ഥനയുടെ യാഗപീഠം, ദൈവജന ധ്യാനത്തിന്റെ യാഗപീഠം. ഹല്ലേലൂയ. ഏതെല്ലാം മണ്ഡലങ്ങളില് ഇന്ന് പകൽക്കാലം വിടുതി കിടപ്പുണ്ടോ? ഇന്ന് പകൽക്കാലം എന്നെ പണി വന്നേക്കണം തയ്യാറായി വരട്ടെ. ഇന്ന് പകൽക്കാലം തയ്യാറാകുമെങ്കിൽ ഇടിഞ്ഞു കിടക്കുന്നതിന് നീ ഇന്ന് പകൽക്കാലം പണി വന്നേക്കണം തയ്യാറാകുമോ? ആമേൻ. നിന്നെ ശ്രദ്ധിക്കുന്ന വാഴ്ച ജീവിതമേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ സ്വർഗത്തിൽ ഇറങ്ങലേ ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. യഹോവയുടെ യാഗപീഠത്തെ ഇടിഞ്ഞു കിടന്ന യാഗപീഠത്തെ നന്നാക്കിക്കൊണ്ട് പണിഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ
അവൻ സ്വർഗത്തിന്റെ ദൈവം കീഴടക്കാൻ കാണുമില്ല. അവൻ അവിടെ നടന്ന ഒത്തിരി സംഭവങ്ങൾ അതൊക്കെ ഞാൻ അങ്ങ് വിട്ടു. സ്തോത്രം. ഹല്ലേലൂയ. എലിയാവ് രാവിലെ നിൽക്കുക. അവൻ അവരൊക്കെ ദൈവത്തെ ആരാധിക്കുന്നവരൊക്കെയും രാവിലെ മുതൽ പ്രാർത്ഥിക്കുക. ഒരു ഫലവും ഉണ്ടായില്ല. എന്നാൽ എലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സ്തോത്രം. യാക്കോബിന്റെ പദപ്രചോദനത്തോട് ഉപയോഗിക്കട്ടെ. നമുക്ക് സമസ്തഭാവമുള്ള മനുഷ്യൻ ഏലിയാവ്. അവന്റെ പ്രാർത്ഥനയ്ക്കും ദൈവം സ്വർഗത്തിലെത്തി ഇറക്കുവാൻ കാണുമിടയാണ്. അവൻ ആരിൽ നിന്ന് പകൽക്കാലം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്തുകൊണ്ട് ദൈവത്തിന് തീ ഇറങ്ങുന്നില്ല? നമ്മുടെ മറുപടിയുടെ തീ എന്തുകൊണ്ട് ഇറങ്ങുന്നില്ല? വിടുതലിന്റെ തീ എന്തുകൊണ്ട് ഇറങ്ങുന്നില്ല? അവൻ ആരിൽ എവിടെയൊക്കെ നമ്മുടെ യാഗവിടെ വിടുതി കിടക്കുക, എവിടെയൊക്കെ പണിയുടെ ആവശ്യമുണ്ട്. സ്വത്രം എവിടെയൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ നിരപ്പ് പ്രാപിക്കുന്ന അവസ്ഥകളുണ്ട്. ദൈവമായ ആ ബന്ധം പുതുക്കേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ അത് പുതുക്കാത്തടത്തോളം അവൻ ദൈവത്തിന്റെ മറുപടിയുടെ തീരം വന്നൊക്കെ സാധ്യമല്ല. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ദൈവജനം തങ്ങളെ തന്നെ പരിശോധിച്ചാട്ടെ. സ്തോത്രം. ഒന്നാമത് ഏലിയാവിന്റെ പ്രാർത്ഥന അവൻ ഇടിഞ്ഞു കിടന്ന യാഗവിടത്തെ പണിയുവാൻ കാണുമടിയായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അഥവാ തന്റെ കുറവുകളെ കണ്ടുപിടിപ്പാൻ കാണുമടിയായിരുന്നു. അവൻ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ നമ്മുടെ കുറവുകൾ നമുക്ക് കണ്ടുപിടിക്കാം. ഇന്ന് പകൽക്കാലം ദൈവത്തോട് ഏറ്റു പറയാം, അത് സമ്മതിക്കാം. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ദൈവത്തിന്റെ മറുപടി നിനക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവം അയക്കുന്നത് ചെയ്യാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരാം. 17-ാം അധ്യായത്തിന്റെ സ്തോത്രം. 1 പുസ്തകം 17-ാം അധ്യായം അതിന്റെ 17 മുതൽ 19 വാക്യങ്ങൾ വേഗത്തിൽ നിന്ന് വായിക്കാം. അനന്തരം വീട്ടുടമക്കാരിയ സ്ത്രീയുടെ മകൻ ദീനം പിടിച്ച് കിടപ്പിലായി. ദീനം കടുത്തിട്ട് അവന് ശ്വാസമില്ലാതെയായി. അപ്പോൾ അവൾ ഏലിയാവിനോട്, അയ്യോ ദൈവപുരുഷനെ, എനിക്ക് നിനക്ക് തമ്മിലെന്ത്? എന്റെ പാവം ഓർമ്മിക്കേണ്ടതിനും എന്റെ മകനെ കൊല്ലേണ്ടതിനും ആകുന്നുവോ നീ എന്റെ അടുക്കൽ വന്നത് എന്ന് പറഞ്ഞു. അവൻ അവളോട്, നിന്റെ മകനെ ഇന്ന് തരിക എന്ന് പറഞ്ഞു. അവനെ അവളുടെ ആ മടിയിൽ നിന്നെടുത്ത് താൻ പാർത്തിരുന്ന മാളിക മുറിയിൽ കൊണ്ടുചെന്ന് തന്റെ കട്ടിന്മേൽ കിടത്തി. അവൻ യഹോവയോട്, എന്റെ ദൈവമായ യഹോവേ, ഞാൻ വന്ന് പാർക്കുന്ന ഇവിടത്തെ വിധവയുടെ മകനെ കൊല്ലുവാൻ തക്കവണ്ണം നീ അവൾക്ക് അനർത്ഥം പറ്റിയോ എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു. പിന്നെ അവൻ കുട്ടിയുടെ മേൽ 3 പ്രാവശ്യം കവിണ്ണു കിടന്നു. എന്റെ ദൈവമായ യഹോവേ, ഈ കുട്ടിയുടെ പ്രാണൻ അവൻ മടക്കി വരുമാറാകട്ടെ എന്ന് യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ട് കുട്ടിയുടെ പ്രാണൻ അവൻ മടങ്ങി വന്ന് അവൻ ജീവിച്ചു. ദൈവനാമത്തിനോട് സ്തോത്രം. അടുത്ത ഏലിയാവിന്റെ പ്രാർത്ഥന കാണുന്നതൊക്കെ നമുക്ക് സാധിക്കും. ഹല്ലേലൂയ. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ അവൻ ഏലിയാവ് രാജാവിന്റെ കൊട്ടാരത്തിൽ പോയി. അവൻ ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞുമഴയും പെയ്യില്ലെന്ന് പറഞ്ഞ സന്ദേശം കൊടുത്തതിന് ശേഷം ദൈവം അവനോട് പറഞ്ഞു, കെരീത്ത് തോട്ടിലേക്ക് പോയി. അവൻ അവിടെ പോയി കെരീത്ത് തോട്ടിൽ ഒളിച്ചിരിക്കുവാതൊക്കെ വേണം. സ്തോത്രം. അവിടെ അവനെ പുലർത്തുവാതൊക്കെ വേണം. അല്ലെങ്കിൽ അവിടെ അവന് കാക്ക അവൻ ആവശ്യമായിരിക്കുന്ന ഭക്ഷണമായ സമയാസമയങ്ങളിൽ വരുമായിരുന്നു. ആരുടെ ഭാഗത്ത് വിടട്ടെ. അങ്ങനെ ചില നാളുകൾ കെരീത്ത് തോട്ടിനരികിൽ ഇരിക്കുമ്പോഴാണ് ദൈവം ഒരു ദിവസം ഏലിയാവിനോട് പറഞ്ഞു, മതി, സ്തോത്രം, ഇവിടത്തെ വാർത്ത മതി. ഹല്ലേലൂയ. അടുത്ത നീ സാരഭത്തിലേക്ക് പോകുവാന്നൊക്കെയാണ് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. സാരഭത്തിൽ നിന്നെ പുലർത്തേണ്ടതിന് ഞാനൊരു വിധവയോട് കൽപ്പിച്ചിരിക്കുക. സ്തോത്രം. നീ പോകുന്നതിന് മുൻപ് നിനക്ക് വേണ്ടുന്നതൊക്കെ ഞാൻ അവിടെ കൽപ്പിക്കുന്നു. നീ പോകുവാന്നൊക്കെ തയ്യാറായാൽ മതി. സ്തോത്രം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വാക്കനുസരിപ്പാന്നൊക്കെ തയ്യാറായാൽ മതി. നിനക്ക് ചെയ്യേണ്ടതൊക്കെ ഞാൻ തക്ക സമയം അവിടെ ചെയ്തു. നമ്മുടെയൊക്കെ ചിന്ത, വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടും? സ്തോത്രം. ഹല്ലേലൂയ. ദൈവം എനിക്ക് എന്തൊക്കെ ചെയ്യും? സ്തോത്രം. ഇതൊക്കെ അന്വേഷിച്ചിട്ടാൽ നമ്മൾ പിന്നെ അടുത്ത സ്റ്റെപ്പ് വെക്കത്തുള്ളൂ. സ്തോത്രം. എന്താ കിട്ടുമെന്നറിഞ്ഞാൽ ഹല്ലേലൂയ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ തയ്യാറാണ്. സ്തോത്രം. ഡൽഹിയിലൊക്കെ ഒത്തിരി ചിന്തിക്കാറുണ്ട്. ഹല്ലേലൂയ. അവര് പറയും, ഹല്ലേലൂയ, ഞങ്ങൾ ക്രിസ്ത്യാനികളാ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങൾ രക്ഷിക്കപ്പെടാൻ സ്നാനപ്പെടെല്ലാം ചെയ്യാം, ഞങ്ങൾക്ക് എന്തോ കിട്ടും? സ്തോത്രം. ഹല്ലേലൂയ. എന്തെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തയ്യാറാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഏലിയാവിന്റെ ദൈവം പറഞ്ഞു, നിന്നെ പുലർത്തേണ്ടതിനാ അവൻ നീ ചെല്ലുന്നതിന് മുൻപ് തന്നെ ഞാൻ അവിടെ നിനക്ക് വേണ്ടിയുള്ള സകലത അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നീ പോകുവന്നൊക്കെ തയ്യാറായാൽ മതി. സ്തോത്രം. ഹല്ലേലൂയ. ആ ഭാഗം ഇവിടെ ചെയ്യാൻ. ഹല്ലേലൂയ. അങ്ങനെ ഏലിയാവ് അങ്ങനെ സാരവത്തിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, സ്തോത്രം, അവിടെ ഒരു വിധവ വിറകൊലക്കൊണ്ടിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അന്നത്തെ കാലഘട്ടത്തിൽ ഏലിയാവ് ഏറ്റവും വിലപ്പെട്ട സാധനമായി ഉപയോഗിച്ചത് ഒരു ഗ്ലാസ് വെള്ളം. ഹല്ലേലൂയ. ഒരു ഗ്ലാസ് വെള്ളം വരാതൊക്കെ പറഞ്ഞു. സ്തോത്രം. അവൻ എന്തുമാകട്ടെ, ഹല്ലേലൂയ, വെള്ളം എടുക്കാതൊക്കെ അകത്തോട്ട് പോയപ്പോ
അടുത്ത സന്ദേശം വരുമ്പോ എന്ത് ചെയ്യണം? ഒരടയും കൂടെ കൊണ്ടുവരണം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ വിധവ പറഞ്ഞു, ആകപ്പാട് ഒരട ഉണ്ടാക്കേണ്ട മാവേ ഉള്ളൂ. സ്തോത്രം. ഇതുണ്ടാക്കി കഴിച്ചു കഴിഞ്ഞിട്ട് ഞാനും എന്റെ മകനും മരിക്കുവാതെ കണ്ടതോ മരണത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് പുള്ളി വിടുവോ? നമുക്ക് തോന്നുന്നു എത്ര കഠിന ഹൃദയമുള്ള പാസ്സായത് അല്ലേ? ഹല്ലേലൂയ. ആമേൻ. ആ വിധവ ഉള്ള അവസ്ഥ തുറന്ന് പറഞ്ഞ് ആകപ്പാട് ഒരടയ്ക്കുള്ള മാവേ ഉള്ളൂ, ഇത് കഴിച്ചിട്ട് നിങ്ങൾ മരിക്കാൻ പോവുകയ. ഈ പുള്ളിക്ക് മരണം പ്രശ്നമല്ല. എന്റെ ചിന്തയിൽ ഹല്ലേലൂയ, നമ്മുടെ ചിന്തയിൽ പറഞ്ഞാൽ ഹല്ലേലൂയ, മരണം പുള്ളിക്ക് വെച്ചാൽ നീ മരിക്കുന്ന മരിച്ചോ, പക്ഷെ എനിക്ക് ആദ്യം കൊണ്ടുപോവാ. ഹല്ലേലൂയ. ആമേൻ. എന്തോ ആകട്ടെ, മനസ്സോടുകൂടിയോ മനസ്സില്ലാതെയോ സ്തോത്രം ദിവസം വായിക്കുന്നവരാണല്ലോ നിങ്ങളൊക്കെ. സ്തോത്രം. ഹല്ലേലൂയ. എന്ത് ചെയ്യുന്നത് അറിയാമോ? ഒരട സ്തോത്രം. സ്തോത്രം. നമ്മളാണ് എന്ത് ചെയ്തറിയാമോ? നമ്മളാണ് എന്ത് ചെയ്യും? അകപ്പട ഒരടല്ലേ ഉള്ളു. സ്തോത്രം. ഞാനുണ്ട്, എൻ്റെ മോനും ഉണ്ട്. മനസ്സിലായല്ലോ? സ്തോത്രം. ഒരു മുറി അട ഇരുന്നോട്ടെ ദേവദാസനെ എന്ന് പറയും. ഹല്ലേലൂയ. അവള് ആ ഒരട ഉണ്ടാക്കി ദേവദാസന് കൊണ്ട് മുറിച്ചു കൊടുത്താൽ മുറിച്ചു കിട്ടും. കൊടുക്കേണ്ടത് പോലെ മുഴുവനും കൊടുത്താൽ മുഴുവൻ അനുഗ്രഹം പ്രാപിക്കാം. സ്തോത്രം. മുറിച്ചു കൊടുക്കുന്ന ഒത്തിരി പേരുണ്ട്. അല്ല, ഇവിടെ ഉള്ളത് എനിക്കറിയത്തില്ല, ഡൽഹിയിലുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അവര് മുറിച്ചാ കൊടുക്കത്തുള്ളൂ എപ്പോഴും. ഹല്ലേലൂയ. മറ്റെല്ലാ കാര്യത്തിലും ഒരു മുറിവും വെക്കത്തില്ല. ദൈവത്തിന് കൊടുക്കുന്ന കാര്യത്തിൽ മാത്രം ഭയങ്കര മുറിവാ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീട്ടുവാടക കൊടുക്കുന്നതിന് പറ്റത്തില്ല. വീട്ടുടമസ്ഥനോട് കുറച്ച് തരാന്ന് പറഞ്ഞാൽ പുള്ളി കേൾക്കുമോ? ഇല്ല. സ്കൂളിൽ ഫീസ് കൊടുക്കണം, അത് കുറച്ച് കൊടുക്കാന്ന് പറഞ്ഞാൽ കേൾക്കുമോ? അതില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് അവിടെ ഒന്നും മുറി നടക്കത്തില്ല. ഒരു മുറിക്കാൻ പറ്റുന്ന ഒറ്റ സ്ഥലമേ ഉള്ളൂ. ആ നിങ്ങൾ ചിന്തിച്ചാൽ മതി. അവിടെ ഒറ്റ മുറിപ്പാ. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ അവരെന്നും ഇങ്ങനെ മുറിവിലായിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാനൊരു അനുഭവം, അതല്ല എന്റെ വിഷയം അല്ലെങ്കിൽ ഞാൻ വേഗത്തിൽ പറയാം, ഒരനുഭവം പറയാം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഹല്ലേലൂയ വർഷങ്ങൾക്ക് മുമ്പ് ഞാനിപ്പോഴായിരിക്കുന്ന വേറെ സ്ഥലത്തായിരുന്നപ്പോൾ ഹല്ലേലൂയ വീട്ടിലിങ്ങനെ എല്ലാ ആഴ്ചയും പ്രാർത്ഥനയ്ക്കും. സ്തോത്രം. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട ഒരു കുടുംബം, പക്ഷെ ചർച്ചയുള്ളെങ്കിൽ പോകത്തില്ല. ഇങ്ങനെ ആളുകളുണ്ട്, അതിൽ പിന്മാറി നിൽക്കുന്ന ഒരു കുടുംബം. സ്തോത്രം. ഞാനിങ്ങനെ എല്ലാ ആഴ്ചയും വന്നോ വന്നില്ല അതിന്റെ വിഷയം ഞാനിങ്ങനെ പോകാൻ വെക്കണം തുടങ്ങി. സ്തോത്രം. ഒരു ദിവസം എല്ലാ ആഴ്ചയും പോകും. സ്തോത്രം. ഒരാഴ്ച പോയപ്പോൾ അടുത്ത സൗകര്യം പറഞ്ഞു, അവരെന്താണ് വിശേഷം? പക്ഷെ സുഖം. പക്ഷെ കഴിഞ്ഞ ആഴ്ച പാസ് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയ പിന്നെ ഹല്ലേലൂയ പോയൊരു അതിന്റെ പുറകിൽ അതിലേക്ക് വലിയ അസുഖമുണ്ട് എന്ന് പറഞ്ഞൊരു വയറ്റടക്കം വിളിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.